യാത്രക്കാർക്ക് തീരാ ദുരിതം സൃഷ്ടിച്ച് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലാണ് വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടത്. എറണാകുളത്തേക്കുള്ള ഭാഗത്ത് ചാലക്കുടിയിൽ 5 കിലോമീറ്ററാണ് മണിക്കൂറുകളോളം അഴിയാക്കുരുക്ക് ഉണ്ടായത്. ഗതാഗത കുരുക്കിൽ ജനം അക്ഷരാർത്ഥത്തിൽ വലഞ്ഞു. ബ്ലോക്ക് കാരണം എയർപോർട്ടിലേക്ക് പോകുന്ന ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളിനെ ഞങ്ങൾ ഇപ്പോൾ ബസ്സിൽ ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുകയാണ് ചെയ്തത്. കാരണം ഒരിക്കലും കിട്ടില്ല. ഇൻഡിഗോ ഫ്ലൈറ്റാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ കയറ്റി വിടുക ചെയ്തത്. ഈ KSRTCയിലാണ് വരുന്നത്, കോഴിക്കോട് നിന്ന് വരുന്ന പുള്ളി. ഇതാണ് ഡെയിലി അവസ്ഥ. അപ്പോൾ എന്തായാലും അതോറിറ്റീസ് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇത് എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ശരിയാവുക? ഞങ്ങൾ ചേർത്തല പോകണതാണ്. തിരിച്ചു പോകണ ബസ് ഓൾറെഡി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളിപ്പോഴും ചേർത്തല എത്തിയിട്ടില്ല. എന്താ ചെയ്യുക? ഇതിന് പരിഹാരം എന്തായാലും കാണണ്ടേ? കുട്ടികളുമായിട്ട് ഞങ്ങൾ രാവിലെ ഒരു 6:30 തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം മണി 10 കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല, വിശന്നിരിക്കുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കൊച്ചു കുട്ടികളത് 3 വയസ്സേ ഉള്ളൂ. ഇനി ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ നമുക്കൊന്ന് ഇറങ്ങാൻ പറ്റും. ഇത് ഈ കുരുക്കിനകത്ത് എവിടെ ഇരിക്കാനാ? ഇത്രയും നേരമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാത്തത് വളരെ ഇതാണ്. ടിക്കറ്റിൽ നല്ല ബ്ലോക്ക് വന്നു. അതുപോലെ ഇത് ഇവിടെയും ഒരു 1-2 മണിക്കൂറായി പോകും. 10 മണിക്ക് 9 മണിക്ക് അവിടെ എത്താമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് നടന്നില്ല. ഗതാഗതക്കുരുക്ക് ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചെന്നും പലയിടത്തും പ്രശ്നങ്ങളുണ്ടെന്നും പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഈ NH66 ബന്ധപ്പെട്ട പ്രവൃത്തി നടക്കുന്നിടത്തൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. സർവീസ് റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇത് തുടർച്ചയായിട്ട് NH66 ശ്രദ്ധപ്പെടുത്തിയാണ്. ആ കരാർ കമ്പനി എടുക്കുന്ന സമീപനത്തോട് യോജിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അതും ശ്രദ്ധപ്പെടുത്തിയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഈ പദ്ധതി പൂർത്തീകരിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുകയാണ്. ആ നിലപാട് തുടരും. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിയായിട്ട് തന്നെ ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ട് പോകണം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണുകയും വേണം.